SCERT ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രയോഗിക്കുന്നത് എന്താണ്? ഭരണഘടനയുടെ 352 വകുപ്പ് എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. എന്താണ്? ഭരണഘടനയുടെ 352 വകുപ്പ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലാണ്. നെക്സ്റ്റ്, വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ഏതാണ് ആ സമരം? മലബാർ കർഷക സമരം. മലബാർ കർഷക സമരം. വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ആ സമരമാണ് മലബാർ കർഷക സമരം. മലബാർ കർഷക സമരം. നെക്സ്റ്റ്, CE 1526 മുഗൾ രാജവംശം സ്ഥാപിച്ചത് ആരാണ്? CE 1526 മുഗൾ രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ആരാണ് മുഗൾ രാജവംശം സ്ഥാപിച്ചത്? ബാബർ. ആരാണ്? ബാബറാണ് CE 1526 മുഗൾ രാജവംശം സ്ഥാപിച്ചത്. നോട്ട് ചെയ്യുക, CE 1526 മുഗൾ രാജവംശം സ്ഥാപിച്ചത് ബാബറാണ്. നെക്സ്റ്റ്, ജലസേചനത്തിനായി കിണറുകൾ നിർമ്മിക്കുന്നതിന് കർഷകർക്ക് മുൻകൂറായി പണം നൽകിയ സുൽത്താനേറ്റ് ഭരണാധികാരി ആരാണ്? ജലസേചനത്തിനായിട്ട് കിണറുകൾ നിർമ്മിക്കുന്നതിന് കർഷകർക്ക് മുൻകൂറായി പണം നൽകിയ സുൽത്താനേറ്റ് ഭരണാധികാരി ആരാണ്? ആൻസർ ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ആൻസർ ഏതാണ്? ഫിറോസ് ഷാ തുഗ്ലക്. ജലസേചനത്തിനായിട്ട് കിണറുകൾ നിർമ്മിക്കുന്നതിന് കർഷകർക്ക് മുൻകൂറായി പണം നൽകിയ സുൽത്താനേറ്റ് ഭരണാധികാരിയാണ് ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്. നെക്സ്റ്റ്, വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ബസവണ്ണ. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവാരാണ്? ബസവണ്ണ. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ബസവണ്ണയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അഡ്ഹീഷൻ ബലം മൂലമാണ്. ഏതാണ്? അഡ്ഹീഷൻ ബലം. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കാൻ കാരണം അഡ്ഹീഷൻ ബലമാണ്. നെക്സ്റ്റ്, ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസ്ലിമും എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസ്ലിമും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കബീറാണ്. അഭിപ്രായപ്പെട്ടത് ആരാണ്? കബീറാണ്. ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസ്ലിമും എന്ന് അഭിപ്രായപ്പെട്ടത് കബീറാണ്. ടിപ്പുവിൻ്റെ പടയോട്ടം. ടിപ്പുവിൻ്റെ പടയോട്ടം ചുമർ ചിത്രമായിട്ട് ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി. ടിപ്പുവിൻ്റെ പടയോട്ടം ചുമർ ചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളിയാണ് കാഞ്ഞൂർ പള്ളി. ഏതാണ്? കാഞ്ഞൂർ പള്ളി. നെക്സ്റ്റ്, ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലെ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ്? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലെ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ്? ആൻസർ ഏതാണ്? ശാസ്ത്ര മേഖലയിലെ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നൽകുന്നത്. നമ്മുടെ ആൻസർ ഏതാണ്? ശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യകാലത്ത് രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കോടതി ഭാഷ ആയിരുന്നത് ഏതാണ്? മധ്യകാലത്ത് രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കോടതി ഭാഷ ആയിരുന്നത് ഏത് ഭാഷയാണ്? പേർഷ്യൻ. ഏതാണ്? പേർഷ്യൻ ഭാഷയാണ് മധ്യകാലത്ത് രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കോടതി ഭാഷ ആയിരുന്നത്. മധ്യകാലത്ത് രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കോടതി ഭാഷ ആയിരുന്നത് പേർഷ്യനാണ്. നെക്സ്റ്റ്, വിജയനഗര ഭരണാധികാരികളുടെ സഭകളിൽ ആഘോഷാവസരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? വിജയനഗര ഭരണാധികാരികളുടെ സഭകളിൽ ആഘോഷ അവസരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് സംസ്കൃതം.
നോട്ട് ചെയ്യുക. വിജയനഗര ഭരണാധികാരികളുടെ സഭകളിൽ ആഘോഷ അവസരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് സംസ്കൃതം. നെക്സ്റ്റ്, കൽഹണൻ രചിച്ച ചരിത്ര ഗ്രന്ഥം ഏതാണ്? കൽഹണൻ രചിച്ച ചരിത്ര ഗ്രന്ഥമാണ് രാജതരംഗിണി. നോട്ട് ചെയ്യുക. കൽഹണൻ രചിച്ച ചരിത്ര ഗ്രന്ഥമാണ് രാജതരംഗിണി. ഏതാണ്? രാജതരംഗിണി. ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക. രാജതരംഗിണി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സമയത്ത് കാശ്മീർ രാജാവ് ആയിരുന്നത് സൈനുലാബ്ദീനാണ്. രാജതരംഗിണി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സമയത്തെ കാശ്മീർ രാജാവ് സൈനുലാബ്ദീനാണ്. ആരാണ്? സൈനുലാബ്ദീൻ. രാജതരംഗിണി രചിച്ചത് കൽഹണനാണ്. രാജതരംഗിണി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സമയത്തെ കാശ്മീർ രാജാവ് സൈനുലാബ്ദീൻ. നെക്സ്റ്റ്, ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? FPTP സമ്പ്രദായം. FPTP സമ്പ്രദായമാണ് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതിയാണ് FPTP സമ്പ്രദായം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് വോട്ടിംഗ് ആണ് FPTP. അതിൽ വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുകയും ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതിയാണ് FPTP സമ്പ്രദായം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് വോട്ടിംഗ്. നെക്സ്റ്റ്, ദൈവം പല നാമത്തിൽ അറിയപ്പെടുന്നു. അള്ളാ, റാം, കരീം, കേശവ്, ഹരി, ഹസ്രത്ത്. എന്താണ്? ദൈവം പല നാമത്തിൽ അറിയപ്പെടുന്നു. അള്ളാ, റാം, കരീം, കേശവ്, ഹരി, ഹസ്രത്ത്. സ്വർണം മോതിരമായും വളയായും മാറ്റാം. എന്നാൽ അതെല്ലാം സ്വർണം തന്നെയല്ലേ? വ്യത്യസ്തത നാം ഉപയോഗിക്കുന്ന വാക്കിൽ മാത്രമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഒന്നുകൂടെ പറയാം. ദൈവം പല നാമത്തിൽ അറിയപ്പെടുന്നു. അള്ളാ, റാം, കരീം, കേശവ്, ഹരി, ഹസ്രത്ത്. സ്വർണം മോതിരമായും വളയായും മാറ്റാം. എന്നാൽ അതെല്ലാം സ്വർണം തന്നെയല്ലേ? വ്യത്യസ്തത നാം ഉപയോഗിക്കുന്ന വാക്കിൽ മാത്രമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? കബീറാണ്. എങ്ങനെയാണ്? ദൈവം പല നാമത്തിൽ അറിയപ്പെടുന്നു. അള്ളാ, റാം, കരീം, കേശവ്, ഹരി, ഹസ്രത്ത്. സ്വർണം മോതിരമായും വളയായും മാറ്റാം. എന്നാൽ അതെല്ലാം സ്വർണം തന്നെയല്ലേ? വ്യത്യസ്തത നാം ഉപയോഗിക്കുന്ന വാക്കിൽ മാത്രമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കബീറാണ്. നെക്സ്റ്റ്, 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. നെക്സ്റ്റ്, മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ചിത്രകലാരീതി അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ചിത്രകലാരീതിയാണ് സൂക്ഷ്മ ചിത്രകല. മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ചിത്രകലാരീതിയാണ് സൂക്ഷ്മ ചിത്രകല. അതായത് പുസ്തകങ്ങളിലെ ചിത്രങ്ങളെ പോലെ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുന്നതാണ് സൂക്ഷ്മ ചിത്രകലാരീതി. പുസ്തകങ്ങളിലെ ചിത്രങ്ങളെ പോലെ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുക എന്നതാണ് സൂക്ഷ്മ ചിത്രകലാരീതി. അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ചിത്രകലാരീതിയാണ് സൂക്ഷ്മ ചിത്രകല. നെക്സ്റ്റ്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം എന്നാണ്? 1967 സെപ്റ്റംബറിലാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത് 1967 സെപ്റ്റംബറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ
ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി ആരാണ്? ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി ആരാണ്? അമീർ ഖുസ്രു. ആരാണ്? അമീർ ഖുസ്രു. നോട്ട് ചെയ്യുക. ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തിയാണ് അമീർ ഖുസ്രു. അപ്പോൾ നമ്മൾ പറഞ്ഞത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം 1967 സെപ്റ്റംബറിലാണ്. ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തിയാണ് അമീർ ഖുസ്രു. നെക്സ്റ്റ്, മൈസൂർ സുൽത്താൻമാരുടെ ഭരണം മലബാറിൽ നിലനിന്നിരുന്ന കാലഘട്ടം ഏതാണ്? മൈസൂർ സുൽത്താൻമാരുടെ ഭരണം മലബാറിൽ നിലനിന്നിരുന്ന കാലഘട്ടം എന്താണ്? 1766 മുതൽ 1792 വരെയാണ് മൈസൂർ സുൽത്താൻമാരുടെ ഭരണം മലബാറിൽ നിലനിന്നിരുന്ന കാലഘട്ടം. 1766 മുതൽ 1792 വരെയായിരുന്നു മൈസൂർ സുൽത്താൻമാരുടെ ഭരണം മലബാറിൽ നിലനിന്നിരുന്നത്. നെക്സ്റ്റ്, അതുലൻ ഏത് രാജാവിൻ്റെ കൊട്ടാരം കവിയായിരുന്നു? അതുലൻ ഏത് രാജാവിൻ്റെ കൊട്ടാരം കവിയായിരുന്നു? ആരുടെയാണ്? ശ്രീകണ്ഠൻ. അതുലൻ ഏത് രാജാവിൻ്റെ കൊട്ടാരം കവിയാണ്? ശ്രീകണ്ഠൻ. കുറച്ച് കാര്യം കൂടെ നോട്ട് ചെയ്യാം. മൂഷകവംശം രചിച്ചത് അതുലനാണ്. അതുലൻ ശ്രീകണ്ഠൻ രാജാവിൻ്റെ കൊട്ടാരം കവിയായിരുന്നു. മൂഷകവംശം രചിച്ചത് ആരാണ്? അതുലനാണ്. മൂഷകവംശകാവ്യം രചിക്കപ്പെട്ട കാലഘട്ടം 11-ാം നൂറ്റാണ്ടാണ്. മൂഷകവംശം രചിച്ചത് ആരാണ്? അതുലനാണ്. മൂഷകവംശകാവ്യം രചിക്കപ്പെട്ട കാലഘട്ടം 11-ാം നൂറ്റാണ്ടാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ് മൂഷകവംശകാവ്യം. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ് മൂഷകവംശകാവ്യം. അപ്പോൾ അതുലൻ മൂഷകവംശം രചിച്ചത് ആരാണ്? അതുലനാണ്. അതുലൻ ഏത് രാജാവിൻ്റെ കൊട്ടാരം കവിയായിരുന്നു? ശ്രീകണ്ഠൻ. മൂഷകവംശകാവ്യം രചിക്കപ്പെട്ട കാലഘട്ടം 11-ാം നൂറ്റാണ്ടാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ് മൂഷകവംശകാവ്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.